ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട, ഇതുപോലെ മീഡിയം കഷ്ണങ്ങളാക്കി നമുക്ക് 2 മാങ്ങയും എടുക്കാം. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായാലും അതിനകത്തേക്ക് ഒരു 100 ഗ്രാം കൊച്ചുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഇതേ ഭാഗത്തിലെടുക്കണം, കരിഞ്ഞു പോകാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേ ഭാഗത്തിൽ നമുക്ക് വറുത്ത് കോരി എടുക്കാം. 2 ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്ത് കോരിയേക്കണം കേട്ടോ. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉണക്ക ചെമ്മീൻ. അത് നല്ലപോലെ ഒന്ന് വറുത്ത് കോരിയിട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞിട്ട് പോകും. ഇപ്പോൾ ലാസ്റ്റത്തെ ചെമ്മീൻ നമ്മൾ കോരിയെടുത്ത് ഒരു 300 ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നാക്കി കഴിഞ്ഞ ശേഷം 300 ഗ്രാം ചെമ്മീനുണ്ട്. ഇനി എല്ലാ ചെമ്മീനും നമ്മൾ വറുത്ത് കോരിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ചെമ്മീൻ വറുത്ത് കോരി ചെമ്മീൻ വീണ്ടും അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞിട്ട് പോകും. ഇനി അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് ഒരെല്ലിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടിച്ച മാങ്ങയിലോട്ട് നമ്മൾ വറുത്ത് മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം. 5-6 തവണയായിട്ടാണ് ഞാനിത് ഫുള്ള് ഇടിച്ചെടുത്തത് കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ഇടിമാങ്ങ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നേക്കും. താങ്ക് യു, ബൈ ബൈ.